ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് 5 കോടി രൂപ തരാമെന്ന് പറയുകയാണ് ബന്ധം ഒഴിയുകയാണെങ്കിൽ. ആ സമയത്ത് ഭദ്രനും അതുപോലെ തന്നെ വിലാസിനും ഒന്ന് നെട്ടുവാട്ടോ. ഭദ്രൻ പറയണ്ട 5 കോടി പറ്റുന്നില്ല, 10 കോടിയെങ്കിലും വേണമെന്ന് പറയുവാണ്. മനുഷ്യൻ വെറുതെ ഇരിക്കുമെന്ന് പറയുമ്പോൾ 10 കോടിയും തരാൻ പറ്റില്ല, 5 കോടി ഞാൻ തരാം എന്ന് രാധികാമ്മ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വിലാസിന് പറയേണ്ടത് ഓക്കെ സമ്മതിച്ചു, 5 കോടി മതി എന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ വിനോദും അതുപോലെ തന്നെ രാധികാമ്മ എന്ന് ചിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഭദ്രൻ പറയുന്നുണ്ട്, ശരി 5 കോടിയെങ്കിൽ 5 കോടി, പക്ഷേ അതിൻ്റെ അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും അഡ്വാൻസ് ഞങ്ങൾക്ക് ഇന്ന് വേണമെന്ന് പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ സൈൻ ചെയ്യിപ്പിക്കുമെന്നാണ് പറയണമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക്, അതൊക്കെ ഞങ്ങൾ സൈൻ ചെയ്യിപ്പിച്ചോളാം, പക്ഷേ നമുക്ക് അഡ്വാൻസ് കിട്ടിയേ പറ്റൂ, എങ്കിൽ മാത്രമേ സൈൻ ചെയ്ത പേപ്പർ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശരി ഞാൻ എന്നാൽ 10% ഇന്ന് തരാം, 50 ലക്ഷം സൈൻ ചെയ്തിട്ട് വരാൻ പറയുവാണ്. അങ്ങനെ അവർ പോകുവാണ്. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വരുൺ ചോദിക്കേണ്ട, അവർ കോടതി വെച്ചിട്ട് അവൾ മൊഴി മാറ്റി പറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവൾക്ക് മാനസികാസുഖമുള്ളതുകൊണ്ട് മൊഴി മാറ്റി പറയണു. ആദ്യം അവനെ വേണ്ടെന്ന് പറഞ്ഞ് ഒപ്പിട്ടെന്നു, പിന്നെ മൊഴി മാറ്റി പറഞ്ഞു ഇപ്പോൾ വേണമെന്ന് പറയുന്നു. അവൾക്ക് മാനസിക പിരിമുറുക്കമാണെന്ന് നമുക്ക് കോടതി വാദിക്കാൻ കൂടി കിട്ടിയ അവസരമാണ് മോനേത്, നമുക്കിത് മുതലെടുക്കാം എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ വരുണിന് സന്തോഷമാണ്. ശരിയാമേ, നല്ല അടിപൊളി ഐഡിയ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന പ്രിയേനെയാണ്. പ്രിയേൻ്റെ അടുത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, മോളെ നീ ഭക്ഷണം കഴിക്കണം, നിൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ കാര്യം നീ ആലോചിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചീനെയും ഗോവിന്ദനെ ഒന്നാക്കിയത് ഞാനാണ്, നിങ്ങൾ തമ്മിൽ അകലുമെന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കണം ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതൊക്കെ വിധിയാണ് മോളെ, പക്ഷേ ഞാൻ മോൾക്ക് ഒരു ഉറപ്പ് തരാം, ഗോവിന്ദേട്ടനെ കൊണ്ട് ഞാൻ എന്തായാലും തെറ്റിദ്ധാരണകൾ മാറ്റിപ്പിച്ചിരിക്കും എന്ന് പറയാണ്. എന്തായാലും ഈ കേസ് കോടതി പോകുമ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ സമയമെടുക്കും, അത്ര സമയം തന്നെ ധാരാളം. ഗോവിന്ദേട്ടൻ്റെ സംശയമൊക്കെ ഞാൻ മാറ്റിക്കൊടുക്കും. ചേച്ചി എനിക്കൊരു വാക്ക് എങ്കിൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഗോവിന്ദേട്ടൻ ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു വാക്ക് കൊടുക്കുകയാണ്, ഒരിക്കലും ഞാൻ വിട്ടുപിരിയില്ല, ഒരിക്കലും ഞങ്ങൾ ഡൈവേഴ്സ് ആവില്ല എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കാട്ടെ പ്രിയക്ക്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വിലാസിനെയും ഭദ്രനും അവിടെ നിൽക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ആഹാ ഇതെന്നെ പറ്റിയ സമയം, 2 പേരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിലാസിനിയായിട്ട് അടുക്കളയിലേക്ക് പോകുക കേട്ടോ. എന്നിട്ട് വിലാസിനി 2 പേർക്കുള്ള ജ്യൂസ് അടിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആനമയക്കും കൊണ്ടിട്ട് ഭദ്രൻ വരുന്നുണ്ട്. ഇത് കണ്ടുകൂടി, ഇതാണ് ആനമയക്ക്, ഗീതുക്കുള്ള ജ്യൂസിൽ ഇത് കലക്കണം, എന്നിട്ട് അവളെ കൊണ്ട് കുടിപ്പിക്കണം, അവൾ അങ്ങടെ മയങ്ങി കറങ്ങണ പോലെ ആവും. പിന്നെ നമ്മൾ പറഞ്ഞ എന്ത് പേപ്പറിൽ അവൾ ഒപ്പിട്ട് തരുമെന്ന് പറയുവാണ്. ആഹാ ഉള്ളതാണോ മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ അതേന്നേ, നീ ഇത് മണക്കോന്ന് വേണ്ടിയിട്ടോ, നല്ല ആനമയക്കുക, 1 ടീസ്പൂൺ ഇട്ടേന്ന് പറയുമ്പോൾ അയ്യോ 1 ടീസ്പൂൺ ഒന്നും ഇടല്ലേടി, ഒരു കുറച്ചിട്ടാൽ മതി, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, അപ്പം അതന്നെ ധാരാളം എന്ന് പറയാണ്. പിന്നെ ഗ്ലാസ് മാറിപ്പോവരുത് കേട്ടോ, ഇല്ല മനുഷ്യ മാറിപ്പോവില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും പ്രിയയും നമ്മുടെ ഗീതവും കൂടി വരുന്നുണ്ട്. അമ്മേ പ്രിയക്ക് ഭക്ഷണത്തിനെടുക്കുക, അവൾ നിരാഹാരം അവസാനിപ്പിച്ചു കേട്ടോ എന്ന് പറയുമ്പോൾ ആഹാ നല്ല കാര്യം എന്ന് പറയുവാണ്. എന്തായാലും മക്കൾക്ക് എനിക്കറിയാം നിങ്ങൾ നിരാഹാരം അവസാനിപ്പിക്കാറുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ടേ അമ്മ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതുയുടെ കൈ കൊണ്ട് തന്നെ ജ്യൂസ് പ്രിയമോൾക്ക് കൊടുക്കുമെന്ന് പറയുവാണ്. അങ്ങനെ പ്രിയക്ക് ജ്യൂസ് എടുക്കുമ്പോൾ വേണ്ട ചേച്ചി കുടിക്കുമെന്ന് പറയുകയാണ്. അയ്യോ ഗീതുക്കുള്ള ജ്യൂസ് വേറെയുണ്ട്, അതുകൊണ്ട് ഇത് പ്രിയമോൾ കുടിക്കുക, ഗീതുക്കുള്ള ജ്യൂസ് ഞാൻ വേറെ കൊടുക്കാം എന്ന് വിലാസിനി പറയുകയാണ്. അത് വേണ്ട, ആദ്യം ഗീതു ചേച്ചി കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിക്കാം, ഇതെന്താ ആദ്യ രാത്രിയോ പകുതി കുടിക്കാൻ, പ്രിയമോളെ അത് കുടിക്കുക, ഗീതുക്കുള്ള ജ്യൂസ് വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുവാണ്. എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ ആ ജ്യൂസ് വാങ്ങിക്കുവാണ്. അതിനുശേഷം ആ ജ്യൂസ് കുടിക്കുകയാണ്. നേരെ നമ്മുടെ ഗീതുക്കും ജ്യൂസ് കൊടുക്കണുണ്ട് കേട്ടോ നമ്മുടെ വിലാസിനി. ഗീതു ആ ജ്യൂസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട്, അയ്യേ ഇതിനെന്തൊരു ചവർപ്പ് പോലെ എന്ന് പറയുമ്പോൾ ഒരു ചവർപ്പില്ല, നീ കുടിക്കാൻ നോക്ക്, എനിക്ക് വേണ്ട അമ്മ ബാക്കി കുടിക്കുക, അയ്യേ എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അമ്മ 3-4 ഗ്ലാസ്സൊക്കെ കുടിക്കാറുണ്ടല്ലോ വീട്ടിൽ വെച്ചിട്ട്, അതൊക്കെ എപ്പോൾ എനിക്ക് വേണ്ട മോളെ ഇത് കുടിച്ചത് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല, നീ കുടിച്ചിട്ട് ബാക്കി ആര് കുടിക്കാനാ, കുടിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ കൊണ്ട് ആ ഗ്ലാസ് ഫുൾ ജ്യൂസും കുടിപ്പിക്കുവായിട്ട് വിലാസിനി ബദനും കൂടി. ഒരു ചവർപ്പ് എന്ന് ഗീതു പറയേണ്ട. ആ സമയത്ത് പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്ത് ചവർപ്പ്, ഒരു ചവർപ്പും ഇല്ലല്ലോ എന്ന്. ഗീതുക്ക് അപ്പം തന്നെ കിറുങ്ങണ പോലെ ആവുക കേട്ടോ. പിന്നെ കാണിക്കണം നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ്റെ അടുത്തേക്ക് നമ്മുടെ അജാസ് കാവൽ നിൽക്കേണ്ട. ഗോവിന്ദ് പറഞ്ഞിട്ട്, അജാസ് നീ ഇവിടെ ഇരിക്കും, നീയും കൂടി അടിക്കുന്നൊക്കെ പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട്, വേണ്ട ഞാനിവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വേണ്ടടോ, അതൊക്കെ ഓഫീസിൽ തൊഴിലാളിയും മുതലാളിയൊക്കെ, ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അജാസിന് ഇരുത്തുവാണ്. എന്നാൽ ഈ പെഗ് താൻ കുടിക്കുമെന്ന് പറയുമ്പോൾ അജാസ് പറഞ്ഞിട്ട്, വേണ്ട സർ ഞാൻ കുടിക്കില്ല, കാരണം സാറിനെ ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കാമെന്ന് ഞാൻ രാധികാമ്മക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണോ, എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് വീണ്ടും കുടിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അജാസ് പറയേണ്ടത്, സാറും ഭാര്യയും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് സാറിൻ്റെ മാനസിക പിരിമുറുക്കത്തിന് കാരണമെന്ന് എനിക്കറിയാം, സാറിനോടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, സാർ നേരത്തെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ അജാസ് എന്താ കാര്യം ചോദിക്കുമ്പോൾ അത്
ഗീതു പലവട്ടം മുമ്പ് രഘുരാം സാറിനെ അവർണികേനെ കാണാൻ പോയിട്ടുണ്ട്. ഗീതു ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് രഘുരാം സാറിൻ്റെ IT സൊല്യൂഷൻ സാറ് വാങ്ങിച്ചത് എന്നെനിക്കറിയാം. അത് സാർ തെറ്റിദ്ധരിക്കണ പോലെയൊന്നും അല്ല കേട്ടോ. ഗീതുക്ക് മുമ്പത്തെ പോലെ കിഷോറിട്ട് ഒരു താല്പര്യവും ഇല്ല. കിഷോറിൻ്റെ അടുത്ത് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഗീതു മേഡം അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയണ്ട്, അതൊക്കെ താൻ പറയാണ്ടെന്ന് എനിക്ക് അറിയാടോ. ഗീതുക്ക് കിഷോറിനോട് ഒരു ഇതും ഇപ്പം ഇല്ല. അവളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇപ്പം കിഷോർ എന്ന് പറയുമ്പോൾ അജാസ് പറയണ്ട്, അതെ ഗീതു മേഡത്തിന് കിഷോറിനെ ഇപ്പം കണ്ണെടുത്താൽ കണ്ടുകൂടാ. സാറ് തെറ്റിദ്ധരണ അതുകൊണ്ടിട്ടാണോ കള്ളു കുടിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ ഇല്ലടോ, അവൾ നല്ല പെൺകുട്ടിയാണ്. അവൾക്ക് എന്തിനാണെന്നറിയാം അവളത് മേടിച്ചത് കിഷോറിനടുത്ത് വേലക്കാരനെ പോലെ ജോലിക്കാരനാക്കിയിട്ട് കാല് വെച്ചിട്ട് നിരച്ച് അഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുവാണ്. അതിനുശേഷം അജാസ് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. മുമ്പ് അവർണികയും രഘുരാം സാർ നിന്ന ആ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടെ ഗീതു മാഡം ഇപ്പോഴും ഇടയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറയുവാണ്. ഇപ്പോഴും ഇപ്പം ആരെ കാണാൻ അവൾ പോകണത്? അത് അവിടെ ഒരു ആളെ കാണാൻ വേണ്ടി പോവാ. ആരെ കാണാൻ? അത് വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു പാട്ടുകാരിനെ കാണാൻ വേണ്ടി. അത് കേൾക്കണതും ഗോവിന്ദ് ആകെ ഞെട്ടുവാട്ടോ. ഗോവിന്ദിനെ കാണുമ്പോൾ അജാസ് ചോദിക്കണ്ടേ, എന്ത് പറ്റി സർ, അവരെ കാണാൻ പോകണമെങ്കിൽ ഇതിന് പ്രശ്നമുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞിട്ട്, ഇതിനേക്കാൾ നല്ലത് അവളുടെ കാമുകനെ കാണാൻ പോയെന്ന് പറയണതായിരുന്നു എന്ന് പറയുമ്പോൾ, എന്താ സാർ എന്താ പ്രശ്നം? ഒന്നുമില്ല, എനിക്കിഷ്ടമല്ല ആ പേര് കേൾക്കണതെന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അജാസിന് മനസ്സിലാവണില്ല ഗോവിന്ദ് എന്തൊക്കെയാണ് പറയണത് മനസ്സിലാവണില്ല. ഗോവിന്ദ് അപ്പം തന്നെ ചാടി എഴുന്നേക്കാണ്, എനിക്ക് ആരുടെ സഹായം വേണ്ട, ഞാൻ പൊയ്ക്കോളെന്ന് പറഞ്ഞ് അജാസിനെ പിടിച്ച് തള്ളുവാണ്ട്. വേണ്ട സാർ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജാസും നമ്മുടെ ഗോവിന്ദിൻ്റെ പുറകിലേക്ക് പോകണ്ട. അതേസമയം ഗീതു ആണെങ്കിൽ കിളി പോയി പറന്നടക്കുക. ഹായ്, എനിക്കൊട്ടും കനമില്ലാത്ത പോലെ തോന്നുന്നു, പറന്നടക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പറന്നടക്കുക കേട്ടോ അവിടെ. ആ സമയത്ത് നമ്മുടെ ഭദ്രനും വിലാസിനെയും വരുന്നുണ്ട്. ഇത് തന്നെ പറ്റിയ സമയം. അവൾ എത്ര പേപ്പറിൽ വേണമെങ്കിലും ഒപ്പിടും. മനുഷ്യ ആ പേപ്പറൊക്കെ കറക്റ്റായിട്ട് നോക്കി എവിടേക്ക് ഒപ്പിടണമെന്നൊക്കെ നോക്ക്. എനിക്കെല്ലാം അറിയാടി, വാ നമുക്ക് ഗീതുമോളുടെ അടുത്തേക്ക് പോവാം. പക്ഷേ ഗീതുക്ക് ഇവരെ ശരിക്കും കാണാനും കൂടി പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് പൂസായ പോലെയാണ് ഗീതു നിൽക്കണത്. ഇതാരാ മോളെ, അമ്മയും അച്ഛനും എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛൻ ഞാൻ പറക്കുവാ, മോൾ ഇനി ഇവിടെ ഇരുന്ന് പറന്നാൽ മതി കേട്ടോ എന്ന് പറയാണ്. എനിക്ക് പറക്കണം എന്നൊക്കെ പറയുമ്പോൾ മോൾ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ പിടിച്ചിരുത്തുവാണ് നമ്മുടെ ഭദ്രൻ സോഫയിൽ. അതിനുശേഷം ഭദ്രൻ പറയണ്ട, മോളെ ഞാൻ മോളുടെ കല്യാണത്തിന് മുമ്പേ ഒരു ചിട്ടി പോലത്തെ എന്തൊരു സംഭവം പറയും, അതിൽ ചേർന്നിരുന്നു. അതിൻ്റെ ഇതിന് ഗഡു അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മോളുടെ ഒരു ഒപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്, അച്ഛനോ എനിക്ക് വേണ്ടിയിട്ടോ? അതേന്നേ എന്ന് പറഞ്ഞെടുത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.